ദുരന്തബാധിതർ താമസിക്കുന്ന വാടക വീടുകളിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പമുണ്ട്. ദീപക് മോഹൻ, വാടക കിട്ടാൻ വൈകുന്നതിനെക്കുറിച്ച്, കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പരാതികൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ഇപ്പോൾ അവിടെ എത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ്? പുനരധിവാസ പാക്കേജിന്റെ കാര്യത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗവും എത്തിയിട്ടില്ല. സുജിയ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നിന്ന് താൽക്കാലികമായി പുനരധിവസിപ്പിച്ച ആളുകൾ താമസിക്കുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരൊക്കെ മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ആളുകളാണ്. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്. ബിജോയ് ചൂരൽമല സ്വദേശിയാണ്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ബിജോയ് നേരത്തെ വൈത്തിരിയിലൊക്കെ പോയിരുന്നു, വില്ലേജ് ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. എന്താ ഒരു പ്രതീക്ഷയുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, 5ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ ആയിട്ടും ഒരു ലിസ്റ്റ് പോലും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഇന്നലത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് പഞ്ചായത്തിൽ നമ്മൾ സമിതിയും കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ആയിട്ട് കൊടുക്കുകയുണ്ടായി. എങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാണ്ട് വേറെ രീതിയിലുള്ള ലിസ്റ്റ് 70ഓളം ആളുകളെ ഡബിൾ എൻട്രി ആയിട്ടും ഒക്കെ വന്നിട്ട് അർഹതപ്പെട്ട ആളുകളെ പോലും അതിൽ ഉൾപ്പെടുത്താത്ത രീതിയിലൊക്കെയാണ് ലിസ്റ്റ് പോലും ഈ വന്നിട്ടുള്ളത്. വാടകയൊക്കെ കിട്ടിയോ? കൃത്യമായിട്ട് വാടക കിട്ടുന്നുണ്ട്. പിന്നെ 9,000 ഒരു കുടുംബത്തിൽ 2 പേർക്ക് എന്നുള്ളത് എനിക്ക് ഈ 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് അത് കയറാൻ തുടങ്ങിയത്. അത് കയറാൻ തുടങ്ങിയത് തന്നെ പല ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിലും പല മോശമായ രീതിയിലും ഒക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും നേരിടേണ്ട, ഇതിനു മുമ്പും ക്യാമ്പിൽ നിന്ന സമയത്തും വളരെ മോശമായിട്ടുള്ള രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ പറയണത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മയെപ്പോലും ഇന്ന് 5ാമത്തെ മാസം കിടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ എവിടെയാണെന്ന് പോലും എനിക്കറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളെ സഹായിക്കേണ്ടതിന് പകരം ശരിക്കും നമ്മളെ പോലുള്ള ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ശരിക്കും വട്ടം കറക്കി നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്നാണ് ഇനി പുനരധിവാസം ആവുക എന്ന് നമുക്ക് വളരെ ആശങ്കയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം 5 മാസം കഴിഞ്ഞു, ഒരു ലിസ്റ്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് വെച്ചിട്ടുള്ള ആ ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ദുരന്തബാധിതരെ ഇനിയും കൂടുതലായിട്ട് കഷ്ടപ്പെടുത്താണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു ഭവനം അത് ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സുജിയ, ഇതുപോലെ നിരവധി ആളുകളുണ്ട്. ഇവരിവിടെ താമസിക്കുന്നത് 12 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പല സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. നമ്മൾക്കൊക്കെ നേരത്തെ അറിയുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ തമ്മിൽ ആ ദുരന്തത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മുജീബുക്കയും ആടസ്വാമിയൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുജീബുക്ക, എന്താണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊരു പ്രതീക്ഷയുണ്ടോ? പുനരധിവാസമായിട്ട് ഗവൺമെൻറ് ഇന്നൊരു മന്ത്രിസഭ കൂടി തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേമാതിരി ഇപ്പം പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പേര് റിപ്പീറ്റായിട്ട് വന്ന ആൾക്കാരുണ്ട്. അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. നമ്മളൊക്കെ 2ാം ഘട്ട ഇതിലാണ് നമ്മൾ പെടാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരിട്ട് ബാധിച്ച ആളല്ല. എൻ്റെ വീടിന് ചില താറാറുകളൊക്കെ ഉരുൾപൊട്ടൽ സംബന്ധമായിട്ടുണ്ടായി. താമസിക്കാൻ പറ്റില്ല. അല്ല, എൻ്റെ വീട് വാസയോഗ്യമല്ല, ഇപ്പോൾ താമസിക്കുന്നത് വാസയോഗ്യമല്ല. പക്ഷേ എനിക്കിതുവരെ വാടകയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ കുറേ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾക്ക് അതിന് അർഹതയില്ല എന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം നമുക്ക് ഒരാളെ അടിച്ചേമിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ സത്യാവസ്ഥ വന്ന് പരിശോധിക്കണമെന്നാണ് ഞാൻ കളക്ടർക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായുള്ള ചർച്ചകൾ അതാണ് അറിയേണ്ടത്. നമുക്ക് ഇനി ജനപ്രതിനിധികളിലേക്ക്